ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും SPC കേഡറ്റ് പ്രോജക്റ്റും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലും കേഡറ്റുകൾക്കായി ലഹരിവിരുദ്ധ പരിശീലനം സംഘടിപ്പിച്ചു. ആനന്ദാശ്രമത്തെ IMA ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പോലീസ് മേധാവി P. നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ കേരളത്തിൽ ആരംഭിച്ച ലഹരി വിപത്തിനെതിരായ പോരാട്ടം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേഡറ്റുകൾക്കായി ലഹരി വിരുദ്ധ പരിശീലനം സംഘടിപ്പിച്ചത്. മാവുങ്കൽ ആനന്ദാശ്രമത്തെ IMA ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പോലീസ് മേധാവി P. നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഇത് ഉപയോഗിക്കുന്നു, അതെന്തു ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു കാര്യം ഉപയോഗിക്കുന്നു, ഞാനത് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു, അതുകൊണ്ടെന്നാൽ ഞാനും എന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ലഹരിയുടെ കെണികളിലേക്ക് ആൾക്കാർ വീണു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യെസ് പറയാറുണ്ട്. യെസ് പറയുന്നതിനോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ പവർഫുൾ ആണ് ചില സമയങ്ങളിൽ നോ എന്ന് പറയുന്ന വാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ തൂഫാൻ ഓപ്പറേഷനിൽ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും അത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം എൻ്റെ സ്കൂളിനോ ചുറ്റുവട്ടത്തോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനോണിമസ് ആയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ പേര്, വിവരങ്ങൾ ഒന്നും വെളിപ്പെടുത്താത്ത രീതിയിൽ തന്നെ പറയുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മളും ഇൻഫോമേഴ്സ് ആയി മാറുകയും അതോടൊപ്പം അതിന്റെ ശാസ്ത്രീയ വശം എന്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് നടക്കുന്നത് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് IMAയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ചടങ്ങിൽ IMA കാസർഗോഡ് ജില്ലാ ചെയർമാൻ ഡോക്ടർ CH ജനാർദ്ദന നായിക് അധ്യക്ഷത വഹിച്ചു. IMA തൂഫാൻ കെയർ കൺവീനർ ഡോക്ടർ B. നാരായണ നായിക്, ഡോക്ടർ K. ശശിധര റാവു, സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്റർ രാമകൃഷ്ണൻ ചാലിങ്കൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ DG രമേഷ് സ്വാഗതവും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഇല്യാസ് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ സെബിന്ദുകുമാർ, ഡോക്ടർ DG രമേഷ് എന്നിവരാണ് പരിശീലന ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഒരൊറ്റ സർക്യൂട്ടേ ഉള്ളൂ. ഇത് വെച്ച് വേണം നമ്മുടെ ജീവിതത്തിലെ ആനന്ദം കണ്ടെത്താൻ. ഈ ആർട്ടിഫിഷ്യൽ സാധനത്തിന്റെ പുറകെ പോകുന്നത് മണ്ടത്തരമാണ്. അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലെ സന്തോഷം പിന്നെ കിട്ടാണ്ടാവും. ഇതെല്ലാം ഡോപ്പമിൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ജീവിതത്തിലെ സന്തോഷം ഡോപ്പമിൻ ഒരു 100 നിന്ന് 150 ആക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചു അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിച്ചു, ഡോപ്പമിൻ 100 നിന്ന് 150 അപ്പോൾ സർക്യൂട്ട് വർക്ക് ചെയ്തു, സന്തോഷം കിട്ടി. ഒരു മാർക്കറ്റിൽ പോയിരുന്നൊരു മയക്കുമരുന്നാണ് MDMA, മെത്താംഫെറ്റമിൻ എന്നൊക്കെ പറഞ്ഞ സാധനം. അത് ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ 100 നിന്ന് 1000. ജില്ലയിലെ 45 SPC സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 2 വീതം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. വിദ്യാലയങ്ങളിൽ കൗമാരക്കാർക്കിടയിൽ നടക്കുന്ന ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.